നമസ്കാരം. ടിറ്റാർ ട്രേഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 7 ദിവസത്തിൽ വരുന്ന റിലേഷൻഷിപ്പിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റെസണേറ്റ് ആവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് കാർഡ്സിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് വരുന്നത് ഒരു പുതിയ തുടക്കമാണ്. ബന്ധങ്ങളിൽ ഒരു പുതിയ തുടക്കം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ബന്ധങ്ങൾ നിലവിലില്ലാത്തവർക്ക് ഒരു പുതിയ നല്ല ബന്ധം, ഒരു അനുഗ്രഹീതമായ ബന്ധം വരുന്നതായിട്ടാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പഴയ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ, അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബന്ധങ്ങളിൽ സത്യങ്ങളെ തിരിച്ചറിയാനും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിവാക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടിൻ ഫ്ലെയിം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. അതായത് നിങ്ങളുടേതിന് സമാനമായ അനുഭവതലമുള്ള മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തീർച്ചയായും നൽകുന്നതാണ്. അത് യൂണിവേഴ്സിൻ്റെ നിശ്ചയമാണ്. അങ്ങനെ നിങ്ങളുടേതായ അനുഭവതലമുള്ള മറ്റൊരു വ്യക്തി നിങ്ങളുടേതായി തീരുന്നത്, അതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ വിലപിടിച്ച സമ്മാനങ്ങൾ വഴി, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥ വഴി നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിമത്താകാൻ പോകുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉറപ്പിക്കുന്നത് ആ കാര്യങ്ങൾ നേടാനുള്ള ശക്തി നിങ്ങളിൽ തന്നെയുണ്ട്. അതായത് മാനിഫെസ്റ്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയി തീരുകയും നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയായി തീരുകയും ചെയ്യുന്നതോടെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകുകയും നിങ്ങളിലേക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരികയും ചെയ്യുന്ന ഒരാഴ്ചയാണിത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ശേഷി കൂടി ഉണ്ട്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ ബന്ധങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ആഴ്ചയായിട്ടാണ് ഇവിടെ കാണുന്നത്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുകയും നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ കാർഡ്സും സൂചിപ്പിക്കുന്നത്. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കൂടുതലും ബന്ധങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. ഇത് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവട്ടെ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറയുക. എല്ലാം ശരിയായി വരും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം അത് സോൾവ് ആയി തീരുന്നതായിട്ടാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ബന്ധങ്ങളിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് എന്തായാലും അനുഗ്രഹീതമായ ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. പുതുതായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നല്ല ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരിക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കും പഴയ ബന്ധങ്ങൾ ഉണ്ടായവർക്ക്, അങ്ങനെ ഉണ്ടായിരുന്നവർക്ക് സാധിക്കുക എന്നാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ 7 ദിവസത്തിനുള്ളിൽ ബന്ധങ്ങളിൽ ഉറപ്പായും വരും. നിങ്ങൾ അതിന് നിങ്ങളുടേതായിട്ട് വരുന്നതായിട്ട് നല്ലതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു ആഴ്ച കൂടിയാണിത്. അതായത് മാനിഫെസ്റ്റ്, ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആകുന്ന കാർഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.